ഹലോ ഫ്രണ്ട്സ്, മാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അതെവിടാണെന്ന് കാണിച്ചു തരാം പുറകാലെ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ബാ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ വണ്ടിയിൽ പോകുകയാണ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതല്ലേ, ഞങ്ങളിതാ സ്ഥലത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആറന്മുള അമ്പലം. ഇന്ന് ആറന്മുള അമ്പലത്തിൽ വള്ളസദ്യ നേർച്ചയാണ്. അപ്പോൾ ഞങ്ങളത് കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമേയാണ് കാണുന്നത്. വള്ളസദ്യ കഴിച്ചിട്ടുമില്ല. ആദ്യമേ നമ്മൾ ഈ അമ്പലത്തിൽ ഞങ്ങൾ പറയും അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ട്. ഇതായിട്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. പതിവില്ലാത്തൊരു മഴയായിരുന്നു. 2 ദിവസം നല്ല തോർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നല്ല മഴ പെയ്യുക. ഇവിടെ എല്ലാം വെള്ളമില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും ചൂണ്ടിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളിതുവഴി എല്ലാം ഇങ്ങനെ പോയി തൊഴുതു. അതിനുശേഷം ഞങ്ങൾ വള്ളം വരുന്ന കടലിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. വള്ളം വരുന്നതിന് മുന്നേയായിട്ട് ബോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം വള്ളം വരുന്നതിന് മുന്നേയായിട്ടാണ് ആ ബോട്ട് വരുന്നത്. അതുപോലെ കാണാനുണ്ട്. അത് മേടിച്ചത് വിനോദസഞ്ചാരികളൊക്കെ. പക്ഷെ പിന്നാണ് അറിയാം വള്ളം വരുന്നതിന് മുന്നോടിയായിട്ടാണ് അങ്ങനെ വരുന്നതിനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നേരം ഇങ്ങനെ കാത്തു നിന്ന് വള്ളം കാണാനുണ്ട്. അപ്പോൾ കുഞ്ഞിനും ദൈവത്തിനും ഒരാഗ്രഹം അങ്ങ് കടവിലോട്ട് ഇറങ്ങണമെന്നുള്ളത്. അന്നേരം അമ്മ അവരെ കടവിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അനിയൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കടവിലിറങ്ങിയിട്ട് തിരിച്ചു വരുന്നു. നല്ല ആഗ്രഹമുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വള്ളം എത്തിക്കഴിഞ്ഞു. ആ വള്ളത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും കേട്ടോ. വെള്ളം വന്നു. അതിനുള്ള ഒരു അനുഭവമാണ് കേട്ടോ. വള്ളപ്പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ കേൾക്കാം. രസമായിരുന്നു ഇതൊക്കെ കാണാനും. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ നേരി കാണുന്നതൊക്കെ ഇങ്ങനെല്ലാം അപ്പോൾ വള്ളം ഇനി അടുത്തടുപ്പിക്കുകയാണ്. അവരെ സ്വീകരിക്കാനായിട്ട് നേർച്ച നടത്തുന്നവരും വന്ന് നിൽപ്പുണ്ടായിരുന്നു. വള്ളം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരികയാണ്. ആ വള്ളപ്പാട്ടൊക്കെ എന്ത് രസമാണ്. ഇതെല്ലാം ഒരു നേർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ വള്ളം കരയ്ക്കടുത്ത് വന്ന് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതെല്ലാം പാട്ടൊക്കെ പാടി വെള്ളം നമ്മുടെ കരയ്ക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ഇവിടെ സ്വീകരിക്കാൻ ആൾക്കാർ തയ്യാറായി. അവർ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക്. താലപ്പൊലിയും വിളക്കും ഒക്കെ ആയിട്ട് നേർച്ചക്കാരും ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെയും ഉണ്ട് വള്ളപ്പാട്ട്. നേർച്ചയ്ക്ക് അവരെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ വള്ളപ്പാട്ടൊക്കെ പാടി